ഹായ് ഹലോ നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇത് വിഷു കഴിഞ്ഞിട്ട് ഒരു യാത്ര പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളടങ്ങിയ ഒരു വീഡിയോ ആണ്. അപ്പോൾ എന്നും പറയുന്ന പോലെ തന്നെ കൂട്ടുകാരാരെങ്കിലും പുതുതായിട്ട് വീഡിയോസ് കാണുന്നവരുണ്ടെങ്കിൽ വീഡിയോസൊക്കെ കണ്ടിഷ്ടപ്പെട്ടാലൊന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ. അപ്പോൾ യാത്ര എങ്ങോട്ടാന്ന് വെച്ചാൽ കോഴിക്കോട് വരെ ഒന്ന് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കുറേ ദിവസമായി മക്കളിങ്ങനെ ബീച്ചിൽ പോകണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് അതിനങ്ങോട്ട് ഒരുങ്ങിയിട്ടുണ്ട്. അപ്പോൾ പെട്ടെന്ന് എടുത്തൊരു തീരുമാനമായിരുന്നു കേട്ടോ ഒന്ന് യാത്ര പോകാമെന്നുള്ളത്. അങ്ങനെ കറങ്ങി തിരിഞ്ഞിതാ ഞങ്ങൾ ഇങ്ങോട്ട് എത്തിയിട്ടുണ്ട്. അപ്പോൾ ആദ്യം തന്നെ പോയത് ഞങ്ങൾ കടലും കായലൊക്കെ ഒന്നിക്കുന്ന സ്ഥലം ഉണ്ടല്ലോ, അവിടെയാണ് കേട്ടോ ആദ്യം പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇവിടെ ഞാൻ ആദ്യമായിട്ടാണ് വരുന്നത്. അപ്പോൾ വന്നപ്പോൾ തന്നെ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ. കാരണം നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ കാണാനായിട്ട്. അപ്പോൾ ഏട്ടനൊക്കെ ഇവിടെ ഒരു പ്രാവശ്യം മീനൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ, കുറേ ആൾക്കാരൊക്കെ കൂട്ടിയിട്ട്. അപ്പോൾ ഞങ്ങൾക്ക് ഇതൊന്ന് കാണിച്ചു തരാൻ പറഞ്ഞിട്ടാണ് ഇങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതാ മക്കൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമായിട്ടോ. നല്ല വെയിലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ എത്തിയപ്പോൾ സമയം ഏകദേശം 3-3:30 ഒക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കുറച്ച് സമയം അവിടെ കറങ്ങി തിരിഞ്ഞ് ഞങ്ങൾ തിരിച്ച് പോന്നിട്ടുണ്ട്. അപ്പോൾ തിരിച്ച് ഇനിയിപ്പോൾ നേരെ എങ്ങോട്ടാണ് പോവുകയെന്ന് പറഞ്ഞിങ്ങനെ പോകുമെന്ന് കേട്ടോ. അപ്പോഴാണ് നമുക്ക് മിഠായി തെരുവ് വരെ ഒന്ന് കയറാമല്ലോ എന്ന് പറഞ്ഞിട്ട് മിഠായി തെരുവിക്ക് ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങളുടെ കൂടെ അമ്മ ഉണ്ട്, അതുപോലെ ചേച്ചിയുണ്ട്, ചേച്ചീൻ്റെ 3 മക്കളുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടിയിട്ടാണ് പോകുന്നത്. അപ്പോൾ അത് ആ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തത് ആ മിഠായി തെരുവിലേക്ക് ഇങ്ങനെ ഇറങ്ങി നടക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ മിഠായി തെരുവിൻ്റെ ഉള്ളിൽ കയറിയിട്ട് കുറച്ച് ഡ്രസ്സൊക്കെ നോക്കാമെന്ന് പറഞ്ഞിട്ട് കയറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കയറിയപ്പോഴെന്താ അറിയോ, നല്ല വില ഉണ്ട് കേട്ടോ. കാരണം 1000-1500 അതിൻ്റെ മുകൾക്കുള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെയാണ് കാട്ടി തന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ തന്നെ അങ്ങോട്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് അങ്ങോട്ട് ഇറങ്ങിയിട്ടോ. അപ്പോൾ മിഠായി തെരുവ് കൂടെ ഇങ്ങനെ നടക്കണതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം. അപ്പോൾ അവിടെ നിന്ന് 1-2 സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് ഞങ്ങൾ ഒരു 5:30 ആയപ്പോൾ ഞങ്ങൾ ബീച്ചിൽ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോഴേക്ക് വെയിലും കാര്യങ്ങളൊക്കെ ഏകദേശം ആറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ മക്കൾക്കും തന്നെ നടക്കാനായിട്ട് നല്ല സുഖമുണ്ടായിരുന്നു. അപ്പോൾ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഒരു പ്രാവശ്യം വന്നപ്പോൾ ഞങ്ങൾ ഇത്ര തിരക്കും കാര്യങ്ങളൊന്നും ഇല്ലെന്ന് കേട്ടോ. അതൊക്കെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് ഇങ്ങനെ നടക്കുകയാണ്. അപ്പോൾ ഇവർക്ക് എന്താ സുർക്ക ഐസ് അങ്ങനെ എന്തൊക്കെയോ വേണമെന്ന് പറഞ്ഞിട്ട് അവർക്ക് അതൊക്കെ വാങ്ങിക്കൊടുത്തു. ചായയൊക്കെ കുടിച്ച് കഴിഞ്ഞതിന് ശേഷം പിന്നെ വെള്ളത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ല തിര അടിക്കുന്നുണ്ട്. അപ്പോൾ മക്കളെ അധികം ഒന്നും അങ്ങോട്ട് വെള്ളത്തേക്ക് ഇറക്കിയിട്ടില്ല. സാധാരണ ബീച്ചിലൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ കുളിച്ചിട്ടാണ് ഇവിടുന്ന് അങ്ങോട്ട് പോകല്. കാരണം അത്രയ്ക്കും വെള്ളത്തിൽ കളിച്ചിട്ട് ആകെ നനഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ ഇപ്രാവശ്യം നല്ല തിര അടിക്കുന്നതുകൊണ്ട് തന്നെ മക്കളെ അധികം വെള്ളത്തേക്കൊന്നും ഇറക്കിയിട്ടില്ലായിരുന്നു കേട്ടോ. Everybody. കുറേ സമയം ഞങ്ങൾ ബീച്ചിൽ നിന്നതിന് ശേഷം ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഏകദേശം സമയം 7 മണിയൊക്കെ ആയിട്ടുണ്ട്. എന്നിട്ടും കുറേ ആൾക്കാരുണ്ട് കേട്ടോ ബീച്ചിൽ. അങ്ങനെ ഞങ്ങൾ വണ്ടിയൊക്കെ കയറി ഏകദേശം അരീക്കോട് എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അരീക്കോട് എത്തി ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് കയറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവർക്കും നല്ല വിശപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഭക്ഷണം കഴിച്ച് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വിശേഷങ്ങൾ. അടുത്തൊരു പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും താങ്ക് യു ഫോർ വാച്ചിങ്.